മെഡിക്കൽ കോഡിംഗ് എക്സാമിനേഷൻ സ്പീഡിംഗ് ഹാക്സ്. മെഡിക്കൽ കോഡിംഗിൽ നമ്മൾ എഴുതുന്ന ഡിഫറെന്റ് എക്സാമിനേഷൻസിലും നമുക്ക് എങ്ങനെ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രാക്ടീസ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. When you complete your coding guidelines and all the trainings, start practicing different types of examinations or different mock tests under time conditions. നമ്മൾ ഒരു ടൈം കണ്ടീഷൻ വെച്ചതിന് ശേഷം ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തതിനോടുകൂടി നമ്മുടെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ടാബിംഗ്. പ്രോപ്പർ ആയിട്ടുള്ള കളർ ലേബിൾസ് വെച്ചിട്ട് ഡിഫറെന്റ് ചാപ്റ്റേഴ്സിനെ നമ്മൾ ലേബിൾ ചെയ്തല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടാബ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോഡിംഗ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്കിന്റെ സ്ട്രക്ചർ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ കോഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേക്സ് us ഈസിയർ. നമ്മൾ ചാപ്റ്റർ 1 കോഡിന് ശേഷം അടുത്തൊരു ചാപ്റ്റർ 10 കോഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈസിയർ ആയിട്ട് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോയി ആ കോഡ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. സോ ടാബിംഗ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് തിങ്. Then the third one is read the answers first. ചില എക്സാമിനേഷൻസിലെ ചില സർജിക്കൽ ആയിട്ടുള്ള സെഷൻസിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ കേസ് സ്റ്റഡീസ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. വി സ്റ്റാർട്ട് റീഡിങ്. അതിനകത്ത് നമുക്ക് ICD, അതായത് ഡയഗ്നോസിസ് റിലേറ്റഡ് അല്ലെങ്കിൽ സിംറ്റംസ് റിലേറ്റഡ്, പ്രൊസീജിയർ റിലേറ്റഡ്, അതുപോലെ തന്നെ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി സ്റ്റാർട്ട് റീഡിങ് എവറിത്തിങ്. നമുക്ക് ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആൻസറിൽ പറയാൻ പോകുന്നതെന്ന് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്യാൻ ട്രൈ ചെയ്യും. അൾട്ടിമേറ്റ്ലി നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ വരുമ്പോൾ മേ ബി ദേ ഹാവ് ആസ്ക്ഡ് ഓൺലി അബൌട്ട് ദി ഡയഗ്നോസിസ് ഓർ ദി ICD 10cm. സോ അങ്ങനത്തെ ബിഗർ ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു വിൽ റീഡ് ദി ആൻസേഴ്സ്. സോ യു വിൽ ഹാവ് എൻ ഐഡിയ നമ്മുടെ ആൻസേഴ്സിൽ അവർ ആ ഒരു ക്വസ്റ്റ്യനിൽ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, വെദർ ഇറ്റ് ഇസ് ഓൺലി ദ ഡയഗ്നോസിസ് ഓർ വെദർ ഇറ്റ് ഇസ് ഓൺലി ഡയഗ്നോസിസ് ആൻഡ് ദ CPT കോഡ്സ്, അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു കോഡിംഗ് ആൻസേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് ലെവലിലാണ് വരുന്നത്, ഏത് ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ റിവേഴ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ us റാദർ ദാൻ റീഡിംഗ് ദ ഹോൾ കേസ് സ്റ്റഡി ആൻഡ് ദെൻ കമ്മിങ് ഇൻ ടു ദി ആൻസേഴ്സ്. അതുപോലെ തന്നെ റീഡിംഗ് പ്രോസസ്സിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ റീഡിംഗ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. All these things can make our medical